Team Echo, welcome to Celluloid. Thank you. Thank you. കിഷ്കിന്താ കാണ്ഡം മലയാളികളെ മുഴുവൻ സർപ്രൈസ് ചെയ്യിപ്പിച്ചൊരു പടമാണ്. ലൈക്ക് യു ഗൈസ് ആർ ലൈക്ക് വെരി കോൺഫിഡൻ്റ്ലി ഇപ്പോൾ ഈ പടം നിങ്ങൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ പോലും ഫ്രോം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്താ കാണ്ഡം എന്ന് പറയാൻ മാത്രം യു ആർ പ്രൗഡ്, ഐ നോ ദാറ്റ്. ആൻഡ് എവ്രിബഡി എല്ലാവർക്കും ആ കോൺഫിഡൻസും ഉണ്ട്. ടീം ലൈക്ക് ഇരിക്കുമ്പോഴത്തേക്കും മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ ഐ സീ ദറ്റ് ഗ്രൗണ്ടഡ്നെസ് ഇൻ എവ്രിബഡി. എന്താണ് ശരിക്കും എക്കോ? ആൻഡ് ഡിഡ് യു സീ ദ കമൻസ് നിങ്ങളുടെ ട്രെയിലറിൻ്റെ അടിയിൽ? എവ്രിബഡി പ്രോമിസ്ഡ് ആയ പോലെയാണ് മലയാളികൾ റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് ആൾക്കാർ വായിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഓവർവെൽമിംഗ് ആയിട്ട് തോന്നി. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നറിയാം. എനിവേസ് ലെറ്റ്സ് സ്റ്റാർട്ട്. ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്കോ ഒരു പീരിയോഡിക് ഡ്രാമയാണ്, മിസ്റ്ററി ഡ്രാമ എന്ന് പറയാം. നമ്മളൊരു സ്റ്റോറി വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ട്രെയിലറിൽ തന്നെ കാണാൻ പറ്റും. അതിൽ പല ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും നമ്മൾ പരിചയപ്പെടുന്നു. അതിലൂടെ പുതിയ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെട്ട് അതിലൂടെ ഒരു മിസ്റ്ററി അൺഫോൾഡിങ് എന്നെല്ലാം പറയുന്ന രീതിയിലുള്ള ഒരു കഥ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു പടം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ലൈക്ക് അങ്ങനെ ആ വലിപ്പം ഞാൻ പറയുന്നില്ല, പക്ഷേ ഇറ്റ്സ് നല്ല ഒരു ചെറിയ മൂവി, ബട്ട് ടോട്ടലി ഇൻ ടു എ ഡിഫറെന്റ് വേൾഡ് എന്ന് പറയാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ലെന്ന് വന്നിരുന്നപ്പോൾ തന്നെ പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ സർപ്രൈസിങ് ആണ്. ഇഷ്ടംപോലെ സർപ്രൈസിങ് എലമെന്റ്സ് ട്രെയിലറിൽ തന്നെ ഉണ്ട് താനും. ഞാൻ ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സിൻ്റെ ലുക്കുകൾ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കും. വിനീതേട്ടൻ വാസ് ലുക്കിംഗ് എക്സ്ട്രീംലി ഡിഫറെൻറ്റ് കണ്ടപ്പോഴത്തേക്കും. ഞാനത് ശ്രദ്ധിക്കും ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും. അതിനുശേഷം നേരിട്ട് കണ്ടപ്പോഴത്തേക്കും ഡു യു നോ ദാറ്റ് യു ഹാവ് ലിറ്റിൽ ബിറ്റ് ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ളൊരു ഷാർപ്നെസ് ഉള്ളൊരു ലുക്കാണ് വിനീതേട്ടൻ്റെ. അത് ട്രെയിലറിൽ അങ്ങനെ ഒരാളെ അല്ല, വേറെ എന്തായാലും എല്ലാവരുടെയും ഡിഫറെന്റ് ക്യാരക്ടേഴ്സാണ്. ഈ ക്യാരക്ടേഴ്സിനെ പറ്റി എല്ലാവരോടും ചോദിക്കട്ടെ. ഫസ്റ്റ് നരേനോട് ഞാൻ ആസ്ക് ചെയ്യാം, ബിക്കോസ് പെർമിഷൻ ചോദിക്കണം ഉത്തരം പറയാൻ. പെർമിഷൻ ഉണ്ട് ചെറുതായിട്ട്, ഞാൻ കൊടുക്കോ? പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം, എന്റെ ജോലിയെ ബാധിക്കും, അതുകൊണ്ടാ. ഞാനൊരു നേവൽ ഓഫീസറാണ്. ഓക്കെ. അപ്പൊ അയാളൊരു സ്ഥലത്തേക്ക് വരുന്നു, അതിൽ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. പുള്ളി എന്തിൻ്റെയോ പിന്നാലെയാണ്. There is a mystery behind his something is there, and little disturbed ആണ് അയാള്. കുറച്ച് സീരിയസ് ആണ് അയാളുടെ ടാസ്ക്. അയാളുടെ ഉദ്ദേശം കുറച്ച് സീരിയസ് ആയ ഒരു വിഷയത്തിലാണ്. അപ്പോൾ അതാണ് അയാളുടെ ജേണി. അപ്പോൾ അയാൾ മീറ്റ് ചെയ്യുമ്പോൾ അയാൾ ഓരോ സ്ഥലത്ത് വരുന്നു, മീറ്റ് ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്, ആൻഡ് ദാറ്റ് ഇസ് ഹിസ് സൈഡ്. ഇതാണ് ഡിസ്റ്റർബ്ഡ് ആയ ഒരു നേവൽ ഓഫീസർ. ഡിസ്റ്റർബ്ഡിനെക്കാട്ടിലും സംതിങ് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പുള്ളി. ഓക്കെ, എല്ലാവരും ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. നിങ്ങൾ ആരും സെറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, എല്ലാവർക്കും ഒരു മിസ്റ്ററി എല്ലാവരും ഇങ്ങനെ കീപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. എല്ലാ ക്യാരക്ടേഴ്സിലും ഉണ്ട്. സന്ദീപിനെ സംബന്ധിച്ച് സന്ദീപ് ചെയ്തിട്ടുള്ള ഇത്രയും, ഐ തിങ്ക് 2025 വാസ് അടിപൊളി ഇയർ ആയിരുന്നല്ലേ സന്ദീപിന്. ആൻഡ് ആൾക്കാരെല്ലാവരും സന്ദീപിൻ്റെ പെർഫോമൻസിനെയാണ് പ്രത്യേകം നോട്ടീസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അക്കാര്യത്തിൽ സന്ദീപിനെ പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. ഹൗ ഡു യു ഫീൽ? എന്താണ് സന്ദീപിൻ്റെ ക്യാരക്ടർ? അല്ല, അതിനെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അതിനുശേഷം ചെയ്ത ഒരു സിനിമയാണ് എക്കോ എന്ന് പറയുന്നത്. അപ്പം എന്താ പറയാ, അത്രയും ഞാനും നോക്കി കാണുന്ന ഒരു സിനിമയാണ് എക്കോ. കാര്യം ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർ എന്താ പറയാ നമ്മുടെ നെക്സ്റ്റ് ഫിലിം എന്താണെന്ന് അറിയാനുള്ളൊരു എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് തുടങ്ങിയ ഒരു സ്റ്റേജാണിത്. അപ്പൊ ആ സമയത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു സിനിമയാണ് എക്കോ. അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. എക്കോ ആണ് നെക്സ്റ്റ് സിനിമ എൻ്റെ എന്നുള്ള പറയും. അപ്പം അവരും അതുപോലെ തന്നെ സ്വീകരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇനി ഇതുപോലെ എന്തെങ്കിലും ഞങ്ങൾക്ക് ക്യാരക്ടറിനെ കുറിച്ച് എന്തെങ്കിലും ബിറ്റ്സ് ആൻഡ് പീസസ് തരാമോ ചോദിക്കാനായിരിക്കും. ഇതൊരു പീരീഡ് ഡ്രാമയാണ്. അപ്പൊ അവിടെ പറയുന്ന ഒരു പർട്ടിക്കുലർ ഒരു ഏരിയയുടെ കഥയാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു താമസിക്കുന്ന ഒരു പയ്യനാണ് ഞാൻ. അവിടുത്തെ ലോക്കലായിട്ടാണ്? അതെ. ഓക്കെ. ആർ യു ഡോഗ് ലവർ? പേഴ്സണലി ഓക്കെ. ബിക്കോസ് മൂവിയെ സംബന്ധിച്ച് എനിക്ക് ചോദിക്കാൻ ഡോഗ്സൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാവും, പക്ഷെ വേറെ ഒന്നും പറയാനും പറ്റത്തില്ല, ചോദിക്കാനും പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് ഞാൻ പേഴ്സണലി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡോഗ് ലവറിന്റെ ഓറ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയോ ഇതില്? അല്ല, പേടി ഉണ്ടായിരുന്നില്ല. നമുക്കിപ്പോ ചിലർക്കും ഡോഗ്സിന്റെ കൂടെ നമുക്ക് ആ സീൻ എടുക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും. എനിക്ക് അങ്ങനത്തെ പേടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഒരു ഡോഗ് ലവറിന്റെ ഒരു ഇതെന്ന് തോന്നുന്നു.
ശരി വിനീതേട്ടാ, യു ലുക്ക് സോ ഗ്രൗണ്ടഡ് ഇൻ ദ മൂവി. അതിൽ ആ ട്രെയിലറിൽ ചേട്ടൻ്റെ ക്യാരക്ടർ എന്തായിരുന്നു? വെരി ചാലഞ്ചിങ് റോൾ. ആക്ച്വലി ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ചാലഞ്ചസ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. ആൻഡ് ഒരു യൂഷ്വൽ ജോണറിലല്ല. ഞാൻ ജനറലി പെർഫോം ചെയ്തതിലും സോ അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. ആൻഡ് പിന്നെ ഓഫ് കോഴ്സ് ബാഹുൽ, രഞ്ജിത്ത്, ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഇറ്റ്സ് എ ഡിലൈറ്റ് ഫോർ എൻ ആക്ടർ. ഇങ്ങനത്തെ ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ട് ക്രാഫ്റ്റ് ചെയ്ത് പടം കൊണ്ടുവരുന്ന ആൾക്കാരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എൻ ഓണർ ആൻഡ് ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ എനി ആക്ടർ. ആൻഡ് എല്ലാത്തിനും ഉപരി അതൊരു ബ്ലിസ്ഫുൾ ജേർണിയാണ്. അത് ദിൽ ഓൾ ഷെയർ വിത്ത് മീ. ഇതില് പ്രത്യേകിച്ച് അവര് എന്നെ അതിന് സെലക്ട് ചെയ്ത് തന്നെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഐ വാസ് സ്ലൈറ്റ്ലി ഡൗട്ട്ഫുൾ. ഇതെങ്ങനെയാണ്, ലൈക്ക് ഹൗ ഡു ദേ പ്ലേസ് മീ ഇൻ ടു ദിസ്. പക്ഷെ ഐ വാസ് എക്സൈറ്റഡ് ബിക്കോസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, വെരി ഇന്റൻസ് റൈറ്റിംഗ്, ക്ലീൻ ഡെഫിനിഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. സി മിസ്റ്ററി ഡ്രാമ എന്നൊക്കെ പറഞ്ഞാലും ഇതിന്റെ ഐ മീൻ ജസ്റ്റ് ഇപ്പൊ നമ്മള് ഈ പ്രൊമോഷൻ വരുമ്പോൾ വി ഹാവ് ടു ടോക്ക് സംതിങ് ലൈക്ക് ഒരു മീനിങ്ഫുൾ അബൌട്ട് ദ ഫിലിം വിതൗട്ട് സ്പോയിലിംഗ് ദി ഇവരുടെ ആസ്വാദനത്തിന് ഒരു തരത്തിലും നമ്മള് അതുകൊണ്ടാണ് പല കാര്യങ്ങളും പറയേണ്ടത്, അതായത് വിത്ത് റെസ്പെക്ട് ടു ദി ഓഡിയൻസ്. അല്ലാതെ അത് പറയാതിരിക്കാൻ വേണ്ടിയല്ല. പറഞ്ഞ് സിനിമ കഴിഞ്ഞു വന്നാൽ ഇതാ ഇവരെ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല, അത്ര പറയാനുണ്ടാവും. ദേ വിൽ ഹാവ് ടു സ്പീക്ക് സോ മച്ച് ബിക്കോസ് സോ മച്ച് ഓഫ് പ്ലാനിങ് ആൻഡ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി, അത് ഹാറ്റ്സ് ഓഫ്. അത് നമ്മൾ വി വിറ്റ്നസ്ഡ് ആസ് ആക്ടേഴ്സ് ഇൻ ദി സെറ്റ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഇതില് ആസ് ഐ ടോൾഡ് യു ഒരു അണ്ടർലൈങ് നമ്മളൊരു അണ്ടർ കറന്റ് എന്നൊക്കെ പറയും, ഒരു സ്ട്രോങ് ഇമോഷണൽ ബാക്കിംഗ് ഈ ഫിലിം ഹാസ്. സോ ദ ഹോൾ ഫിലിം ഇസ് ഓൺ ദാറ്റ്. On certain characters. That will definitely connect to the audience. It is just a preview of what it is. On the coming to my എൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുമ്പം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ബാഹുൽ. സോ അത് ക്ലീൻ ആയിട്ട് നമ്മൾ ആ ആ ഗ്രാഫ് ഫോളോ ചെയ്യുക, അവര് രണ്ടുപേരും തരുന്ന ഗൈഡൻസ് എടുക്കുക. സോ ദേ ഹാവ് ഡെഫിനറ്റ്ലി ഒരു കൺവിക്ഷൻ ഉണ്ട് ആ ക്യാരക്ടർ എങ്ങനെ വേണം, അതിന്റെ മീറ്റർ ഓഫ് ഡയലോഗ്, അതിന്റെ മോഡുലേഷൻ, ഓൾ ദാറ്റ് ദേ ഹാഡ് വെരി ക്ലിയർ ഐഡിയ. സോ നമ്മൾ അഡാപ്റ്റ് ചെയ്യാം. പക്ഷെ ദാറ്റ് വാസ് ഡിഫിക്കൽട്ട്. ഇറ്റ് വാസ് എ ടഫ് റോൾ. അതങ്ങനെ ഒരു ഈസി ക്യാരക്ടർ അല്ല അത്. ഇറ്റ് വാസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു സ്ട്രോങ് സപ്പോർട്ടും ഗൈഡൻസും കൊണ്ട് ഐ ഹവ് ട്രൈഡ് മൈ ബെസ്റ്റ്. ഇനിയും പ്രേക്ഷകരാണ് അത് നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ആ ഒരു ഹോൾ ക്രാഫ്റ്റിന്റെ ഭാഗമായിട്ട് വരുമ്പം ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കോംപ്ലിമെന്റ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ മൂവി സിനിമാറ്റോഗ്രാഫർ ആൻഡ് റൈറ്റർ സെയിം ആൾക്കാരാണ്. സോ ഡയറക്ടർ എന്നുള്ള ആളുടെ അടുത്ത് നിൽക്കുന്ന ആള് സിനിമാറ്റോഗ്രാഫറും റൈറ്ററും ആകുമ്പോൾ വാസ് ഇറ്റ് ചാലഞ്ചിങ് ഓർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു? കാരണം പ്രിസിഷൻ എപ്പോഴും കുറച്ചും കൂടി ഭാവനയിൽ കണ്ട ആള് അത് സി യു ആർ ഇമാജിനിങ് ഇറ്റ് ആൻഡ് നൗ യു വാണ്ട് ഇറ്റ്. അപ്പം അത് കറക്റ്റ് പ്രിസിഷൻ കിട്ടാനായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു സാധനം. അത് ഐ ഡോണ്ട് നോ, ഞാൻ ചോദിച്ച കാര്യം മനസ്സിലായല്ലോ അല്ലേ? സാധനം ഉണ്ടാവുമല്ലോ അല്ലേ? സാധനം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അല്ല, ഒന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത് രണ്ടുപേര് ഒരാളല്ലേ, നമ്മൾ ഒരാളോടല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ. മീൻസ് ആ ആള് ടോട്ടലി ഒന്ന് ക്യാമറ വിഷ്വലിയും അയാള് ടോട്ടലി അവെയർ ഓഫ് വാട്ട് ഹി ഡൂയിങ്. അതേപോലെ തന്നെ അയാള് സ്ക്രിപ്റ്റിലും അയാൾ എഴുതുമ്പോൾ തന്നെ അയാൾ ഫുൾ വിഷ്വലൈസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഈസി ദാറ്റ് ഓക്കെ. ഇത് ഈസി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ബോണ്ട് അങ്ങനെയാണ്. ആ ഒരു ബോണ്ടുള്ളതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ബാഹുലിന്റെ പല സ്ക്രിപ്റ്റും ഞാനായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ആവും. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ്, ബട്ട് അത് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു കണക്ഷൻ കൊണ്ടായിരിക്കാം, സെയിം വേവ് ലെങ്ത്. അപ്പോൾ അത് ചില സമയം അത് വേറൊരു ഡയറക്ടറോട് സംസാരിച്ചാൽ ചില സമയം ആൾക്ക് ഇഷ്ടമെന്ന് വരില്ല. അത് അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. പല കാര്യങ്ങളും പല ത്രെഡ്സോ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ എനിക്ക് കണക്ട് ആവും. എനിക്ക് പല വേറെ റൈറ്റേഴ്സിൻ്റെ അടുക്കുന്ന എനിക്ക് പറയുമ്പോൾ എനിക്ക് കിട്ടില്ല അത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസിയാണ് ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ.
എളുപ്പമാണ്. ഞങ്ങൾ പ്ലാനിങ് എല്ലാം ചെയ്യുമ്പോൾ ഓക്കെ അവൻ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം കറക്റ്റ് സെയിം വേവ് ലെങ്ത്തിലാണ് പോകുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമായിരുന്നു എന്ന് പറയാം. സോ ഇറ്റ്സ് വിഷ്വൽസ് ഞാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം മലയാളികൾ എല്ലാവരും അങ്ങേയറ്റം അത്ര ബ്യൂട്ടിഫുൾ. ആക്ച്വലി അത് എക്സ്പീരിയൻസ് ആണ്. ഇവരൊരു ബോണ്ടിങ് എന്ന് പറഞ്ഞില്ല, അത് ആസ് ആക്ടേഴ്സ് നമ്മൾ എക്സ്പീരിയൻസ്. ദേ ഹാവ് എ വെരി യുണീക്ക് വേ ഓഫ് ഫങ്ഷനിങ്. ആണോ? സൈലന്റ് കില്ലേഴ്സ് എന്ന് പറയില്ല, അധികം ശബ്ദവും ഇതൊന്നുമില്ല. അല്ല അത് ജോക്സ് അപ്പാർട്ട്, അത് ആ പ്രിപ്പറേഷൻ ആണ്. യു ഡോണ്ട് ഹാവ് ടു മേക്ക് ബഹളം ഒച്ചപ്പാട് കിച്ചപ്പാട്. ദിഞ്ചത്തിനൊന്നും ശബ്ദം പോലും നമ്മൾ കേൾക്കില്ല. ഹി വിൽ ബി ബിഹൈൻഡ് ദി മോണിറ്റർ Okay. and Bahul will be in the set because cinematographer. No? But they have walkie-talkies and their assistants are all kind. നമ്മൾ കേൾക്കില്ല, പക്ഷെ this communication, his instructions will be going from there. And because Bahul is there, ഞാൻ യൂഷ്വലി പറയുന്നത് ഇപ്പൊ എനിക്കൊക്കെ ഈ ഡയറക്ടേഴ്സ് ഡയറക്ട്ലി വന്ന് നമ്മളെ മോൾഡ് ചെയ്യും. ഐ എം യൂസ് ടു ദാറ്റ്. സോ അത് ഭയങ്കരമായിട്ട് ചാർജസ് യു. ഐ എം ഷുവർ നരേൻ വിൽ അഗ്രി വിത്ത് മീ. സന്ദീപിന് ആ ടെക്നിക് അല്ലല്ലോ, ഇപ്പൊ വേറെ ടെക്നിക്. മോസ്റ്റ്ലി ദേ ആർ ബിഹൈൻഡ് ദി മോണിറ്റർ. പക്ഷെ അതിന് വേറെ ഒരു എന്താണ് ഒരു എഫക്റ്റ് ആണ് ആ പെർഫോമൻസ് എടുക്കാൻ. നമ്മൾ പലരെയും കേട്ടിട്ടില്ല ഇങ്ങനെ ആ ഡയറക്ടർ നിങ്ങളെ പെർഫോമൻസ് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കും എന്നുള്ള. അത് എനിക്ക് തോന്നുന്നു ഈ ഐ കോണ്ടാക്ട് ഇവര് വന്ന് നമുക്കിങ്ങനെ നമ്മളെ നോക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഇറ്റ് ജസ്റ്റ് ഗെറ്റ്സ് ഇൻ ടു യു. അത് ഒരുപാട് ഗ്രേറ്റ് മാസ്റ്റേഴ്സിൽ നിന്ന് ഐ ഹവ് എക്സ്പീരിയൻസ്. ദാറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ഇവിടെ the thing was, Dinjatinde communication will come through Bahul. They would have communicated. Okay. Even if there's some error or and see, നമ്മൾ ഷൂട്ട് ചെയ്ത terrains well that it's not easy for Dinjat to come from a particular. We'll be in the edge of a cliff. ഇത് കണ്ടില്ലേ? കണ്ടു. അതെ, അതാണ് എന്റെ അടുത്ത ചോദ്യം. ബാക്കിയെല്ലാം ഫീൽഡ് ആയിരിക്കും. അപ്പൊ ദിഞ്ചത്ത് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും, ബാഹുൽ വിൽ ബി സംവെയർ എൽസ്. സോ ഇവർക്ക് ഓടി വന്ന് നമ്മളോട് ഡയറക്ട്ലി പറയാനുള്ള ഒരു ഇതുണ്ടാവും. പക്ഷേ ഇറ്റ് വുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് either through the ADs or the chief associate or through Bahul. Mainly through Bahul because they have a strong understanding. So even modulation or correction, like the meter of the dialogue, especially എനിക്ക് കുറെ dialogue driven sequences ഉണ്ട്, intense sequences ആ. അപ്പൊ അതിന്റെ പാറ്റേൺ, അതിന്റെ ഒരു വേ ഓഫ് റെൻഡിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇവര് ബിക്കോസ് എനിക്ക് ഒട്ടും ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു രീതിയിലാണ് ഐ ഹാഡ് ടു ഡു ഇറ്റ്. സോ അത് ഇവരെ സ്ട്രോങ് ഗൈഡൻസ് ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ ഒരു ബോണ്ടിങ് without much noise or bahalam or you won't hear anything. അവിടെ ബാഹുലിന്റെ ഇൻസ്ട്രക്ഷൻസ് മാത്രം നമുക്ക് കേൾക്കാം. സോ ദാറ്റ് വാസ് വെരി ഭയങ്കര ഒരു ഡിലൈറ്റ് ആയിരുന്നു അത്തരം ഒരു പ്രോസസ് ഓഫ് വർക്കിംഗ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പം ഞാനൊക്കെ വന്ന പോലെ ഒരു നമ്മളിപ്പം ഓൾഡ് സ്കൂൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് വെരി സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങോടുകൂടി ഫിലിം മേക്കിംഗ് പ്രോസസ്. അതായത് ഷോർട്ട് ഡിവിഷൻ, ഇന്ന ഷോർട്ടാണ് ഇന്നതാണ് വേണ്ടതെന്ന് എക്സാക്ട്ലി അവര് ഡിഫൈൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് സേവ്സ് ടൈം, നമുക്കും കണക്ട് ചെയ്യാൻ കുറെ കൂടെ, ബിക്കോസ് ഐ എം യൂസ് ടു ദാറ്റ്. ഇപ്പം ഓഫ് കോഴ്സ് നമ്മൾ മറ്റുള്ള മാസ്റ്റർ ഷോട്ട്സ് ആയിട്ട് എടുക്കുന്ന പാറ്റേൺസ് ഉണ്ട്, ഇതിലും ലെങ്തി ഷോട്ട്സ് ഉണ്ടാവും. പക്ഷെ ദർ ഇസ് ആ സീൻ വുഡ് ഹാവ് ബീൻ ഡിവൈഡഡ് ആൻഡ് ദേ വുഡ് എക്സാക്ട്ലി നോ എവിടെയാണ് ഒരു മാസ്റ്റർ ട്രോളി വരുന്നത്, അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷോട്ട് അവിടെയാണ്, മിഡ് ഒരു ടൈറ്റ് ക്ലോസ് എവിടെയാ വരുന്നത്, ദേ വുഡ് ഹാവ് പ്ലാൻഡ്. അത് ഇവരുടെ ഒരു ഭയങ്കര ഒരു കെമിസ്ട്രി. അത് എപ്പോഴും ഈ പവർ കപ്പിൾസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചിലര് ഈ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോ ഉള്ളൊരു പവർ വേറെയാണെന്ന് പലപ്പോഴും അല്ലേ വിനീതേട്ടാ? എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഈ ഫീൽഡില് ഒരുപാട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് സിനിമയിൽ. ഏറ്റവും വേണ്ട ഒരു പവർ കപ്പിൾ എന്ന് പറയുന്നത് ഡയറക്ടർ, ബോണ്ടിങ്. അതങ്ങോട്ട് ഗംഭീരമായിട്ട് വർക്ക്ഔട്ട് ആയി. ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ക്ലാരിറ്റി ഓഫ് തോട്ട് ഇസ് ഓൾറെഡി ഡൺ മച്ച് ബിഫോർ ഷൂട്ട്, വിച്ച് ഇസ് എ ഗ്രേറ്റ് ക്വാളിറ്റി. ബിക്കോസ് ഷൂട്ടിംഗ് സെറ്റില് എവറി സെക്കൻഡ് ഇസ് പ്രഷ്യസ്, എവറിബഡീസ് ടൈം ഇസ് വാല്യൂഡ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ഇവര് എക്സിക്യൂട്ട് ചെയ്യാൻ. സോ ആ ഒരു ഡിസിപ്ലിൻ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ലോട്ട് ഓഫ് അതർ പ്രകൃതി
അതാണ് ഞാൻ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു, മഴ കീഴ അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നല്ലോ ഷൂട്ട്. ടൂർ പോയ പോലെ ആയിരുന്നോ അതോ ചാലഞ്ചിങ് ആയിരുന്നോ? നല്ല ടൂറൊന്നും നല്ല ടൂറായിരുന്നു, ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അല്ല, ഒരു സ്ഥലത്തല്ല, പല പല സ്ഥലങ്ങളാണ്. ഇതില് ഒരുപാട് വിചിത്രമായ സ്ഥലങ്ങളുണ്ട്. പണം കാണുമ്പോ അറിയും, ഓ ഇവിടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങളെന്ന് ചോദിക്കും. ഓക്കെ. അത് പല 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 പ്രദേശങ്ങളുണ്ട്, ദേശങ്ങളുണ്ട്. ഓൾ ദാറ്റ് ഇസ് ദാറ്റ്. സോ യു കൻ സീ ഓൾ ദാറ്റ് ഇൻ ദ ഫിലിം. കാരണം ഇത് മണ്ണിലേക്ക് അങ്ങോട്ട് ഇറങ്ങേണ്ടി വരുന്ന പോലത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലേ. സന്ദീപ് കുറച്ചും കൂടെ പിന്നെ യങ്സ്റ്റർ ആയതുകൊണ്ട് അത്രയും അത്രയും ഒരു കുറച്ചുകൂടി വലിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, പാറയുടെ അച്ചം, വെള്ളം. അതെ. ഓക്കെ. അട്ടയൊക്കെ കടിച്ചോ? പിന്നെ അത് ഡെയിലി റുട്ടീനാണ്. പാമ്പൊന്നും കടിച്ചില്ലല്ലോ അല്ലേ ആരെയും? പാമ്പടിച്ച് നമ്മൾ ഇരിക്കില്ലല്ലോ. ഓക്കെ. അവർക്ക് ഉണ്ടായിരുന്നു അവിടെ പല സ്ഥലങ്ങളിലും. കണ്ടോ എന്തിനെങ്കിലും? ഇല്ല, ഞാൻ കണ്ടിട്ട്. പക്ഷെ ഇവരൊക്കെ ഇവരെല്ലാരും ഓക്കെ. അല്ല, കൊറേ പലതും ഉണ്ടാവും, നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രം. പാമ്പിനെ കണ്ടിട്ടുണ്ട്, പിന്നെ അട്ടവിനെ പിന്നെ അതിനെ നമ്മൾ ബോധമിടല്ല, കടിച്ച് അതിന്റെ മുകളിലും കടിച്ചിട്ട് പിന്നെ അതിന്റെ പീനൊന്നും ഇല്ലാത്ത ഒരു അല്ല, മാത്രല്ല ഈവൻ വൈൽഡ് ആനിമൽസ് അങ്ങനത്തെ സ്ഥലങ്ങളാണ്. യു വിൽ നെവർ, ഹൗ വിൽ യു നോ? ഇപ്പം അവിടെ ഒരു ചീറ്റ്, ഐ മീൻ ഒരു ഇപ്പം സകല സ്ഥലത്തും ഉണ്ടല്ലോ, വയനാടും അവിടെ ഇവിടെ ഒക്കെ ഏത് സമയത്തും വന്നിറങ്ങും. അപ്പൊ ഞങ്ങൾ ഇങ്ങനത്തെ ഓരോ സ്ഥലത്തും, ബിക്കോസ് ദിസ് ഇസ് ഫാർ അവേ ഫ്രം ദി മെയിൻ പ്ലേസ് വേർ ദേർ ആർ കാരവാൻസ് ആൻഡ് ഓൾ ദാറ്റ്. സോ നേച്ചർ, ഐ മീൻ റെസ്റ്റ്, ഇത് എന്താണ് ഇവരോടൊക്കെ പറയും, ഓടാൻ വരെ അല്ല ഏതെങ്കിലും ഒരു മൂലക്ക് ഒരു ബുഷിന്റെ അടുത്തൊക്കെ പോയിട്ട് ഇഫ് യു വാണ്ട് ടു നേച്ചർ കോൾ ഇതാക്കണമെങ്കിൽ ഐ ഓൾവേസ് ബി കെയർഫുൾ. ആരോടും പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ അല്ല ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഏറിയ വെരി ലാസ്റ്റ് ഡേ ഓർമ്മയില്ലേ, വെള്ളം നമ്മുടെ നിന്റെ വെള്ളത്തിലുള്ള ഒരു ഷോട്ടില്ലായിരുന്നു നമ്മൾ ലാസ്റ്റ് എടുത്തത്. പെട്ടെന്ന് വെള്ളം ഇറങ്ങി. നമ്മൾ വിത്തിൻ്റെ ഐ തിങ്ക് ഒരു 5 മിനിറ്റ്സിനെ കൊണ്ട് ഫുൾ വെള്ളം കയറി. നമ്മളെ ഓടി ഇങ്ങനെ കുളിക്കുന്ന ഒരു ഷോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് നമ്മളവിടെ ചെന്ന് കുളിക്കാൻ തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു ഈവനിങ് 5 ഒക്കെ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ താഴെ ആയിരിക്കുമല്ലോ ഈ റിവർ സെറ്റിൽ ആവുന്ന ഏരിയ. അപ്പൊ ഇത് തുടങ്ങുന്നത് മേളിൽ നിന്ന്. അപ്പൊ അവിടെ മഴ പെയ്ത ഇവിടെ എപ്പോഴാണ് അറിയുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് ഈ ഷോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ മഴ പെയ്യാൻ തുടങ്ങിയെന്ന് അവിടുത്തെ ലോക്കൽ ആൾക്കാർ പറഞ്ഞു. അപ്പൊ നമുക്ക് പക്ഷെ ഷോട്ട് കുറച്ചും കൂടെ ഉണ്ട് ടൈം. നമുക്ക് പെട്ടെന്ന് എടുത്ത് തീർക്കണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ അവിടെ നിന്ന് സാധനം വന്ന് ഫുൾ ഞങ്ങൾ നിന്ന സ്ഥലമൊക്കെ ഫുൾ വെള്ളമായി. നമ്മള് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അത്. അവിടെയും സെയിം സെയിം. ഞങ്ങൾ ഒരു സ്ഥലത്ത് ഷൂട്ടിങ് ആൻഡ് ഇറ്റ് വാസ് ഹെവിലി റെയിനിങ്. ഹിൽ ഹയർ ഓൾട്ടിറ്റ്യൂഡ്, ഭയങ്കര മഴ. ഇവര് പറയുന്നുണ്ട് ലോക്കൽസ്. വി വർ സ്റ്റാൻഡിങ് ഇൻ ദ സെന്റർ, ഒരു വാട്ടർഫാൾസിന്റെ ഒരു സൈഡില്. എനി ടൈം ഇത് ഗഷ് ചെയ്ത് വരും. ഭയങ്കര റിസ്ക് ആയിരുന്നു. നോട്ട് ജസ്റ്റ് 1 or 2, ഹോൾ ഒരു 10-100 ടെക്നീഷ്യൻസും. ഭയങ്കര റിസ്ക് കേട്ടാ തന്നെ അറിയാം. നമ്മൾ ചെറിയ ചെറിയ ടൂറുകളാണെങ്കിലും നമ്മൾ പോയിട്ടുണ്ടല്ലോ. നമ്മൾ വിചാരിക്കും ഓടാനെല്ലാം പറ്റുന്നു, പക്ഷെ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനിങ്ങനെ നിന്നിട്ട് സൈഡിലൊക്കെ നിറച്ചിങ്ങനെ വൈൽഡ് കാടുകളും ക്രീപ്പേഴ്സ് ഒക്കെ, ഇങ്ങനെ വലിയ വലിയ മരങ്ങളും. എവിടെ ഓടി കയറി പിടിച്ചു എങ്ങോട്ടേക്ക് ഓടണം. അശോകൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. നോക്കി വെച്ച, ബിക്കോസ് ഇവിടെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഫുള്ള് ബോൾഡേഴ്സ്, ഇത്ര വെള്ളം, അത് ഇത് ഞങ്ങക്ക് മലയാളികൾക്ക് നരേനെ ഒരു പോസ്റ്ററിൽ കാണുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു വി ഓൾ നോ ദാറ്റ് യു ഡൂയിങ് റിയലി വെൽ ഇൻ തമിഴ് ആൻഡ് ഓൾ. പക്ഷെ നമുക്കെപ്പോഴും തിരിച്ച് ഒരു ഒരു കണ്ടന്റ്മെന്റ് ആണ് നരേനെ കാണുമ്പോൾ. ഒരു പ്രത്യേക ഒരു വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ റിയലി അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ആളും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഫീലാണ് ഞങ്ങൾക്കുള്ളത്. തമിഴിലൊക്കെ പോയ അടിപൊളിയൊക്കെയാണ്, പക്ഷെ എന്നാലും തിരിച്ചു വന്നല്ലേ ഞങ്ങൾക്ക്, അങ്ങനെ ഒരു ഫീലാണ്. ഡു യു തിങ്ക് തമിഴ് അവിടെയാണ്, തമിഴ് ഇൻഡസ്ട്രിയാണ് കുറച്ചും കൂടി നരേന്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. പ്രോബ്ലി ഞാൻ ഏർലിയർ സ്റ്റേജിൽ തന്നെ ഇവിടുന്ന് 1-2 സിനിമകൾ ചെയ്ത് വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ദെയർ. മനഃപൂർവ്വം പോയതല്ല. ആക്ച്വലി കഥ കേട്ടിട്ട് അത് എന്തായാലും ഒരാൾ കഥ പറയും വരികയാണ്. അപ്പോൾ പ്രഷറായിട്ട് കേട്ടതാണ്. ലൈക്ക് ഐ ഹാഡ് ടു ലിസൺ. കേൾക്കാതെ തന്നെ വേണ്ടാന്ന് പറയണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ കേട്ടപ്പോൾ അത് റിജക്റ്റ് ചെയ്യാൻ തോന്നിയില്ല.
പക്ഷെ എനിക്ക് അവിടെ എന്ത് പറ്റിച്ചാൽ ദ ഡിഫറൻസ് ഇസ് വളരെ ബോൾഡായിട്ട് സോളിഡ് ഹീറോ റോൾസ് അവിടുന്ന് കിട്ടാൻ തുടങ്ങി. ആക്ഷൻ ഫിലിംസ് അങ്ങനത്തെ ജോണർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇവിടെ. മീൻ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം, പക്ഷേ മെയിൻ ആയിട്ടുള്ളതൊക്കെ അവിടെ നിന്നാണ് വരാൻ തുടങ്ങിയത്. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻഡ്. ഇത് ഡെലിബറേറ്റ് ഇതായിരുന്നില്ല. ഇവിടെ വളരെ ഈ അച്ചുവിൻ്റെ അമ്മയും ക്ലാസ്മേറ്റ്സും സോഫ്റ്റ് ആയിട്ടുള്ളത് ചെയ്യുമ്പോൾ സൈമിൾട്ടേനിയസ്ലി അവിടെ ഈ അടിയാളും മറ്റേ ഹെഞ്ച്മാനും സീരിയസ് ആയ പോലീസ് ഓഫീസറും ഫൈറ്റ്സും ഒക്കെ ഉള്ള സിനിമകളാണ് അവിടെ വന്നിരുന്നത്. അപ്പം അതുകൊണ്ടുള്ളൊരു ബ്രാഞ്ചിങ് ഔട്ട്. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ കാണുമ്പോൾ തോന്നും ദെയർ യു ഡൂയിങ് മച്ച് ബെറ്റർ എന്ന് തോന്നും. കാരണം അവിടുത്തെ ഒരു ഹീറോയിസം ഈ മാസ് സിനിമകളുടെ ഒരു പാറ്റേണിലേക്ക് എത്തുക. ബട്ട് എനിക്ക് ബേസിക്കലി ഐ എം നോട്ട് എനിക്ക് അല്ലെങ്കിൽ വയലൻസ് ഇസ് നോട്ട് മൈ ഫോർട്ടി. ഐ മീൻ ഞാൻ വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ അവിടെ ചെയ്യാറില്ല. ഐ ഡോണ്ട് ഡൂ മച്ച് തമിഴ് ഓൾസോ. കാരണം എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഫ് യു ഡോണ്ട് ഹാവ് എ റിയൽ ബേസ് ദെയർ, നൗ തിങ്സ് ഹവ് ചേഞ്ച്ഡ്. ലാസ്റ്റ് 5-6 years ഉള്ള കഥയല്ല പറയുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് 15 years ബാക്ക് പ്രോബ്ലി വെൻ ഐ വെൻ ദെയർ. അപ്പോൾ അവിടെ ഇറ്റ് ഈസ് ഓൾ വരുന്ന സബ്ജക്റ്റുകളൊക്കെ മെയിൻലി ഭയങ്കര ബ്രൂട്ടൽ ആൻഡ് വയലൻസ് ഓറിയൻറ്റഡ് ആണ്, വിച്ച് ഐ ഓൾവേസ് സേ നോ ടു. ദാറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അപ്പോൾ പിന്നെ ദെൻ സെലക്ട് ചെയ്യുന്ന പടങ്ങളുടെ എണ്ണങ്ങൾ വളരെ കുറവാണ്. കാരണം വരുന്നത് എല്ലാം ഇതുപോലത്തെ ആയിരിക്കും. അതിൽ നിന്നും ഉള്ള കുറച്ചും കൂടിയും മെലോ ഡൗൺ ആയിട്ടുള്ള ആക്ഷൻ സിനിമകളാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് താല്പര്യം, ഐ ഓൾവേസ് വാണ്ടഡ് ഫിലിംസ് ഹിയർ. പക്ഷേ എന്താ പറ്റുന്ന വെച്ചാൽ ഞാൻ അവിടെ കുറച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടെ പലവരും വിചാരിച്ചിരുന്നത് എനിക്കിവിടെ താല്പര്യമില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് നരേനെയാണ് കൺസിഡർ ചെയ്തത്. പക്ഷേ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് നരേന് താല്പര്യമില്ല മലയാളം. ഞാൻ പറഞ്ഞത് ആര് പറയണം? സോ ദർ ഈസ് അത് ഞാൻ 15 വർഷമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. എവ്രി വൺ കീപ് സെയിങ് ദാറ്റ്. ദാറ്റ്സ് എ വെരി സാഡ് തിങ് ടു ഹിയർ. ക്ലാസ്മേറ്റ്സിലും അങ്ങനെ ഒരു ആദ്യം അങ്ങനെ ഒരു സർക്കുലേഷൻ നടന്നിട്ടായിരിക്കും. അല്ല, ഞാൻ ജസ്റ്റ് റെഫർ ചെയ്തെന്നുള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു അത് താല്പര്യമില്ല, നരേന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് യു ഡയറക്ട്ലി കോൾഡ്. അത് പിന്നെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. പക്ഷെ അങ്ങനെ കുറെ പടങ്ങളുണ്ട്. അപ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ട് അലക്സാണ്ടർ പ്രശാന്ത് വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഐ കോൾഡ് ആൻഡ് ഐ ന്യൂ. അല്ലെങ്കിൽ ഞാൻ അറിയേണ്ട ആ പടം പോയേനെ. ഇതൊക്കെ ഇറ്റ്സ് വെരി സർപ്രൈസിങ്. ഇതൊരു തിരിച്ചുവരവായിരിക്കും മലയാളത്തിലേക്ക് കിഷ്കിന്ധാണ്ടത്തിന്റെ മേക്കേഴ്സ്. ലൈക്ക് ഞാനിപ്പോൾ തിരിച്ചു വരവിൻ്റെ എനിക്കറിയില്ല. ബട്ട് ഫോർ മീ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിലിം ഇൻ ദ സെൻസ് ഞാൻ ഇപ്പോൾ അഫ്കോഴ്സ് ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളിന് ശേഷം തിരിച്ച് 2018 എന്ന് പറഞ്ഞ പടത്തിലുണ്ടായിരുന്നു, 2018 ഫ്ലഡ്സ്. അതിനുശേഷം ഐ ഡിഡ് ദിസ് സാഹസം, ക്വീൻ എലിസബത്ത്, അങ്ങനെ 2-3 പടങ്ങൾ. ബട്ട് ദിസ് ഇസ് വൺ ഫിലിം ഐ എം ഓൾവേസ് ലുക്കിംഗ് അപ്പ് ടു, ഞാൻ ഫോർവേഡ് ടു. കാരണം ബിക്കോസ് ഓഫ് കിഷ്കിന്ധാകാണ്ടും ആൻഡ് ദ ടീം. ആൻഡ് നമ്മൾ ഇങ്ങനത്തെ കുറച്ചും കൂടിയും ക്യാരക്ടർ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു ഇത്തിരി ഇൻറ്റൻസ് അല്ലെങ്കിൽ ഇമോഷണലി ഹെവി ആയിട്ടുള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ, ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫിലിംസ് എല്ലാ ആക്ടേഴ്സിൻ്റെയും ഒരു താല്പര്യമുള്ള കാര്യമാണ്. ആൻഡ് ഐ എം ഓൾസോ ഐ ലവ് ഇറ്റ്. സോ അങ്ങനത്തെ ഒരു സാധനം കിട്ടുമ്പോൾ യു ആർ റിയലി ഹാപ്പി. സോ യു ആർ പാർട്ട് ഓഫ് മീനിങ് ഫുൾ സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ പ്രോബ്ലി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവിടെ തമിഴിൽ ചെയ്യണതും. അപ്പോൾ അതിൻ്റെ ആയിരിക്കാം, അറിയില്ല.